ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന രീതി, അതാണ് ജനാധിപത്യം. ലോകത്തെവിടെയും തെരഞ്ഞെടുപ്പ് ഒരു ആഘോഷമാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തിന്റെ ആഘോഷമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പിന് പൂർണ്ണത വന്നതെങ്കിലും ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് രചിച്ച അനവധി കഥകൾ ബാക്കിയാണ്. ഒരുപക്ഷെ ജനാധിപത്യ കേരളത്തിലെ ഭാവനയ്ക്കും അപ്പുറമാണത്. അത്തരത്തിൽ ചില ചരിത്ര മനോഹര സാക്ഷ്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ശക്തി പ്രാപിച്ചതെങ്കിലും അതിനു മുൻപും ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 1882 മെയ് 18 അന്നത്തെ വൈസ്രോയ് റിപ്പൺ പ്രഭുവിന്റെ തീരുമാനപ്രകാരമാണ് ഇന്ത്യയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം ലഭിക്കുന്നതിന് സഹായകമായത്. ഇതിന്റെ ഭാഗമായാണ് മദ്രാസ് പ്രവിശ്യയിൽ മദ്രാസ് ലോക്കൽ ബോർഡ് നിലവിൽ വന്നതും. ജില്ലാ ബോർഡുകൾ, താലൂക്ക് ബോർഡുകൾ, വില്ലേജ് യൂണിയനുകൾ അഥവാ പഞ്ചായത്ത് എന്നിവ ചേർന്നതായിരുന്നു ലോക്കൽ ബോർഡ്. മദ്രാസ് പ്രവിശ്യയിൽ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളോട് കൂടിയ ജില്ലാ ബോർഡുകൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത് വകുപ്പുകൾ ഈ ജില്ലാ ബോർഡുകളുടെ കീഴിലുമായിരുന്നു. എന്നാൽ അതേസമയം നിയമം, നീതിന്യായം, നികുതി എന്നിവ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുമായിരുന്നു. 1954 വരെ മലബാർ ബോർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. 1956 സംസ്ഥാന രൂപീകരണത്തോടെ ലോക്കൽ ബോർഡുകൾ പിരിച്ചുവിട്ടു. മലബാർ ജില്ലയുടെ ഭരണ തലസ്ഥാനം കോഴിക്കോട്ടായിരുന്നു. ജില്ലാ ബോർഡുകൾക്ക് കീഴിലായിരുന്നു താലൂക്ക് ബോർഡുകളുടെ പ്രവർത്തനമുണ്ടായത്. മലപ്പുറം, തലശ്ശേരി, പാലക്കാട്, മാനന്തവാടി എന്നിവിടങ്ങളിൽ താലൂക്ക് ബോർഡുകളും ഉണ്ടായിരുന്നു. ജില്ലാ തലസ്ഥാനമായ കോഴിക്കോട് കേന്ദ്രീകരിച്ചും താലൂക്ക് ബോർഡുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് മലബാർ മേഖലയിലാണ് ഒരു നൂറ്റാണ്ടിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. 1913 കോഴിക്കോട് താലൂക്ക് ബോർഡിലേക്ക് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ സാമൂതിരി രാജാവ് ഉൾപ്പെടെയുള്ളവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിൽ സ്വതന്ത്ര നാട്ടുരാജ്യമായി കൊച്ചിയും തിരുവിതാംകൂറും നിലനിൽക്കുന്ന കാലമായിരുന്നു അത്. കോഴിക്കോട് തലസ്ഥാനമായ മലബാർ പ്രദേശം അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിലുമായിരുന്നു. വളയനാട് ദേശക്കാരായ സാമൂതിരി രാജാവിന് കോഴിക്കോട് താലൂക്കിലായിരുന്നു വോട്ടവകാശമെന്ന് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരന്നൂർ ദേശത്തെ കാരമ്പള്ളി ഉണ്ണിക്കുറുപ്പെന്ന ജന്മിക്കും, ചൊവ്വായൂരിലെ പാലക്കുന്നത്ത് കോളായി ഗോവിന്ദൻ നായർക്കും, കസബ ദേശത്തെ കല്ലിങ്ങൽ രാജിച്ചൻ മൂപ്പനും, കച്ചേരി ദേശത്തെ നമ്പന്നൂർ കോണ്ടൻ നായർക്കും, വള്ളുവനാട്ടിലെ തമ്മ മൂപ്പ പണിക്കർക്കും കോഴിക്കോട്ടായിരുന്നു വോട്ട്. കറുമ്പ്ര നാട്ടിലെ പനങ്ങാട് ദേശക്കാരനായ കിഴക്കേടത്ത് കോവിലകത്ത് രാമവർമ്മ രാജയ്ക്ക് താമരശ്ശേരി താലൂക്കിലായിരുന്നു വോട്ടവകാശം. അക്കാലത്ത് 6 വിഭാഗത്തിലുള്ളവർക്കായി വോട്ടവകാശം ഉണ്ടായിരുന്നു എന്നതാണ് രേഖകളിൽ വ്യക്തമാകുന്നത്. സാമൂതിരി രാജാവിന് പുറമെ പട്ടയദാർമാർ, കാണംദാർമാർ, ആദായ നികുതി അടയ്ക്കുന്നവർ, സ്ഥിരം അംശ അധികാരികൾ, യൂണിയൻ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥരല്ലാത്ത അംഗങ്ങൾ, ബിരുദധാരികൾ എന്നിവരാണ് അവർ. ജന്മികളായിരുന്നു അവരെല്ലാവരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ബ്രിട്ടീഷ് കാലത്ത് സ്വത്തവകാശമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിശ്ചയിച്ചത്. അക്കാലത്ത് സ്ത്രീകൾക്ക് വോട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. അക്കാലത്തെ ചില പഴയ തറവാടുകളിൽ ജന്മിമാരായ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നുവെങ്കിലും അവർ എല്ലാവരും പുറത്തു പോവാറില്ലായിരുന്നു. അത്തരം വീടുകളിൽ കാര്യസ്ഥനായിരുന്നു വോട്ടവകാശം എന്നുമാണ് കരുതപ്പെടുന്നത്.